അക്രമികൾക്ക് ശിക്ഷ കിട്ടേണ്ട സമയം അവസാനിച്ചു എന്നാരാ പറഞ്ഞത്? അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്ന ആളുകൾക്ക് സഹായവും കാര്യങ്ങളും ലഭിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൻ നാലിമൂൻ. അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കുക തന്നെ ചെയ്യരുത്. അള്ളതൊന്നും കാണാഞ്ഞിട്ടല്ല. പിന്നെയോ ഇന്നമായു അഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ അഞ്ചിപ്പോകുന്ന, തുറിച്ചു പോകുന്ന ഒരു ദിവസത്തേക്ക് അള്ളാഹ് നീട്ടി വെച്ചിരിക്കുകയാണ്. അള്ളാഹു കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഏറ്റവും തീഷ്ണമായ ശിക്ഷ മനുഷ്യൻ അനുഭവിക്കുന്നത് മരണത്തിന് ശേഷമാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ സമാനമായ എത്രയോ സംഭവങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിൻ്റെ ആൾക്കാർ, വിശ്വാസികളാണെന്ന് പറഞ്ഞ അള്ളാഹു വിശ്വസിച്ച എല്ലാവരെയും എന്താണ് തീ ഉണ്ടാക്കിയിട്ട് അതിൽ ചുട്ട് കരിക്കുക. അപ്പം ഉമ്മാക്ക് ചാടാൻ ഒരു മടിയില്ല, പക്ഷെ കയ്യിൽ കിടക്കുന്ന പിഞ്ചു പൈതലിനെ എങ്ങനെ തീയിലേക്ക് ഇടുന്നുള്ളതാണ് അവരുടെ വേദന. പക്ഷെ എന്ത് ചെയ്തു? അവർ ചാടി. ആ കുട്ടി പറഞ്ഞു ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സ്ത്രീ ചാടി. നമുക്കറിയാം, ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എടുത്ത് പറയുന്നുണ്ട്. എന്തിനറിയും? ഇത്രയും ഭീകരമായ പരീക്ഷണങ്ങൾക്ക്, ഒരിക്കലും തുല്യതയില്ലാത്ത പരീക്ഷണങ്ങൾക്ക് ലോകത്ത് പല സന്ദർഭങ്ങളിലായിട്ട് ആളുകൾ വിധേയരായിട്ടുണ്ട് എന്ന് വിശ്വാസികളോട് എന്തിനാ പറയണത്? അത്തരം തീഷ്ണമായ രംഗങ്ങൾ കാണുമ്പോൾ എന്തിനാന്ന് ചോദിക്കരുത് എന്നാണ്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. കിടങ്ങിൻ്റെ ആളുകൾ കൊല്ലപ്പെടട്ടെ എന്ന് അവരിങ്ങനെ ഇരുന്ന് കാണുകയാണ്. വിശ്വാസികളായ ആളുകൾ തീജ്വാലകളിൽ കരിഞ്ഞമരുന്ന കാഴ്ച അവരിങ്ങനെ കണ്ട് ആസ്വദിക്കണം. എന്നിട്ട് അവരെ ശിക്ഷ എവിടെ സുഹൃത്തുക്കളെ? അവരെ ശിക്ഷ എവിടെയാണ്? അള്ളാഹ് പറയുന്നുണ്ട്, തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് തുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. സത്യവിശ്വാസികളെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടെന്നാണ്. അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ കരിഞ്ഞമർന്ന ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണോ വിചാരിക്കണത്? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. വിശ്വസിക്കുകയും സൽപ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലമുണ്ട്. അതാണ് ഏറ്റവും വലിയ വിജയം. ഈ ദുനിയാവിൽ എന്ത് നഷ്ടം പറ്റിയാലും അതിനേക്കാളും വലിയൊരു വിജയം വേറല്ല.